നമസ്കാരം. ലോകം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മാരകമായ ഒരു രോഗം ടാൻസാനിയയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. കണ്ണിലൂടെ രക്തം വന്ന മനുഷ്യജീവനെടുക്കുന്ന ഈ രോഗം ബാധിച്ച 9-ൽ 8 പേരും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. മാർബർഗ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ രോഗത്തെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മാരക രോഗമായ ഇബോളയെ പോലെ തന്നെ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയാത്ത ഒരു രോഗം തന്നെയാണ് മാർബർഗ് എന്നാണ് പറയപ്പെടുന്നത്. നിലവിൽ ഈ രോഗത്തിന് ഫലപ്രദമായ ചികിത്സയോ പ്രതിരോധ സംവിധാനങ്ങളോ ഇല്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പേടിപ്പിക്കുന്ന കാര്യം. ആരോഗ്യ പ്രവർത്തകർക്കും ഈ രോഗം വലിയ ഭീഷണിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ടാൻസാനിയയിലെ വടക്ക് കിഴക്കൻ മേഖലയായ കഗേരയിലാണ് ഈ രോഗം ഏറ്റവും അധികം കണ്ടെത്തിയിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടന ഈ മേഖലയിലേക്ക് വിദഗ്ധ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. ടാൻസാനിയയുടെ അയൽ രാജ്യങ്ങളായ റുവാണ്ടയിലും ബറണ്ടിയിലും ഈ രോഗം സംബന്ധിച്ച് ആരോഗ്യ പ്രവർത്തകർക്ക് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇവിടങ്ങളിലും കഴിഞ്ഞ ആഴ്ച അജ്ഞാത രോഗം ബാധിച്ച 5 പേർ മരിച്ചതും മാർബർഗ് കാരണമാണോ എന്ന കാര്യവും പഠിച്ചു വരികയാണ്. ശരീരത്തിലെ അവയവങ്ങളെയും രക്തക്കുഴലുകളെയും ബാധിക്കുന്ന ഈ രോഗം ആന്തരിക രക്തസ്രാവത്തിനും കൂടാതെ കണ്ണ്, ചെവി, വായ് എന്നിവിടങ്ങളിലൂടെ രക്തം വാർന്നു പോകാനും ഇടയാക്കുകയാണ്. രോഗം ബാധിച്ച വ്യക്തിയെ സ്പർശിക്കുകയോ രോഗിയുടെ ശരീരസ്രവങ്ങൾ കൈകാര്യം ചെയ്യുകയോ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ആ വ്യക്തിയിലേക്ക് ഈ രോഗം പകരുന്നതാണ് രീതി. വാവലുകൾ താമസിച്ചിരുന്ന ഗുഹകളിലോ ഖനികളിലോ ദീർഘകാലം താമസിച്ചിരുന്നവർക്കും ഈ രോഗം പെട്ടെന്ന് തന്നെ പിടികൂടിയേക്കാം. കടുത്ത തലവേദന, വയറിളക്കം, ഛർദി, വയറുവേദന, പനി എന്നിവയൊക്കെയാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. രോഗത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ പലപ്പോഴും ഇബോളയോ മലമ്പനിയോ ആണെന്നായിരിക്കും പലരും കരുതുന്നത്. ചിലരുടെ ശരീരം തടിച്ചു വീർക്കുകയും മുഖം വികാരരഹിതമായി തീരുകയും ചെയ്യും. രോഗം ബാധിക്കുന്ന 10 പേരിൽ 9 പേരും മരിക്കാനാണ് സാധ്യതയെന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത്. വളരെ മുൻപാണ് റുവാണ്ടയിൽ ഈ രോഗം കണ്ടെത്തിയിരുന്നത്. പിന്നീട് രോഗബാധിതരായി ആരും അവശേഷിക്കുന്നില്ല എന്ന് ആരോഗ്യ പ്രവർത്തകർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നിലവിൽ 66ഓളം പേർക്കാണ് റുവാണ്ടയിൽ മാർബർഗ് രോഗം പിടിപെട്ടത്. ഇവരിൽ 15 പേരാണ് മരിച്ചത്. എവിടെ നിന്നാണ് ഇത് വന്നത് എന്ന കാര്യം ഇനിയും വ്യക്തമല്ല എന്നാണ് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അദാനം ഗബ്രിയേസിയൂസ് വ്യക്തമാക്കിയിരിക്കുന്നത്.